അപാരമായ ശക്തിവിശേഷങ്ങളോടുകൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മിൽ തന്നെ വലിയ ശക്തികളുണ്ട്. ആത്മപരിശോധനയിലൂടെ ഈ ഒരു ശക്തിയെ നാം തന്നെ കണ്ടെത്തുക, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തിയെ. ഈ ഒരു ആശയം ഡോക്ടർ ജോർജ് പടനിലം തൻ്റെ ബ്ലോഗ് എഴുത്തിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും. ആത്മശോധന എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലോഗ് എഴുത്ത് ഏറെ ശ്രദ്ധേയമാണ്. അതിനെക്കുറിച്ചാകട്ടെ ഇന്നത്തെ ചിന്ത. ഡോക്ടർ, മനുഷ്യനിൽ അപാരമായ ഒരു വിശ്വാസം അങ്ങേക്കുണ്ട് എന്ന് എഴുത്തുകളിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഒത്തിരിയേറെ കഴിവുകളുടെ ഉറവിടമാണ് മനുഷ്യൻ. ബൈബിളിലെ നമ്മുടെ താലന്തുകളുടെ ഉപമയിലൂടെ ആ ഒരു പരാമർശമാക്കിക്കൊണ്ട് ഡോക്ടർ ആ ബ്ലോഗ് എഴുത്തിനെ ശ്രദ്ധേയമാക്കിയിട്ടുണ്ട്. ആത്മശോധന എന്ന അങ്ങയുടെ ബ്ലോഗ് എഴുത്ത് എന്തുകൊണ്ടും വ്യത്യസ്തവും അർത്ഥവത്തുമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ ഒരു ചിന്തയാകട്ടെ ഇന്ന് നമ്മുടെ ചർച്ചയ്ക്ക് നമ്മൾ എടുക്കുന്നത്. ആനയ്ക്ക് അതിൻ്റെ വലിപ്പം അറിയാൻ പാടില്ല എന്നൊരു പഴച്ചൊല്ലുണ്ടല്ലോ, പലപ്പോഴും പറയാറുള്ളതാണ്. വാസ്തവം ആനയ്ക്ക് അതിൻ്റെ വലിപ്പം അറിഞ്ഞുകൂടെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ കഴിവ് എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല. സ്വയം ഞാൻ ആരാണ് എന്നറിയുമ്പോൾ നാം എല്ലാം അറിയും എന്നാണ് ഭാരത ദർശനത്തിൽ പറയുന്നത്. ഒരു മൈക്രോസ്കോപ്പ് ഒരു പരമാണുവിനെ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തെ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. ഒരു പരമാണുവിൻ്റെ പൂർണ്ണത അതിൻ്റെ എല്ലാ കർത്തവ്യങ്ങളും വളരെ നിഷ്കർഷമായിട്ട് ചെയ്യുന്നതും ബാക്കിയുള്ള പരമാണുക്കളോടെല്ലാം കോർഡിനേറ്റ് ചെയ്ത് എത്ര മനോഹരമായിട്ടാണ് പ്രപഞ്ചം പ്രവർത്തിക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളെ അതിനകത്ത് വെറും ഒരു പരമാണു മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ. പക്ഷേ എന്നാലും നമ്മളും അതിനെ വിഭാവനം ചെയ്യുന്ന നമ്മൾ വിഭാവനം ചെയ്യുന്ന ആ പ്രപഞ്ചമാണ് നമുക്കറിയാവുന്ന പ്രപഞ്ചം. ആ പ്രപഞ്ചം നമ്മൾ സൃഷ്ടിക്കുന്നതാണ്, നമ്മുടെ മനസ്സിൽ രൂപം കൊടുക്കുന്നതാണ് ആ പ്രപഞ്ചം. അപ്പോൾ നമ്മളാണ് നമ്മുടെ തന്നെ ഫെയ്റ്റിനെ സൃഷ്ടിച്ച് നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ആ തീരുമാനമാണ് നമ്മളാണ് എടുക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകാൻ വലിയ പ്രയാസമാണ്. കാരണം വെച്ചാൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നേരെ മറിച്ചാണ്. നമുക്ക് കഴിവൊന്നുമില്ല, പറയുന്നത് കേട്ടോണം, ജീവിക്കാനായിട്ട് നിങ്ങളെ പഠിപ്പിക്കുകയാണ്, നിങ്ങളെ മിടുക്കന്മാരാക്കാനായിട്ട് ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചോണം, നിങ്ങൾ പാപികളാണ്, കൊളരുതാത്തവരാണ്, ഞങ്ങൾ പറയുന്നതൊക്കെ കേട്ടാൽ മാത്രമേ നിങ്ങൾ സ്വർഗത്തിൽ പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് കാരണം നമുക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് അങ്ങ് പോയിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ഇവിടെ ചീരഞ്ചിറ സ്കൂളിൽ ഞാനിവിടെ 3ാം ക്ലാസ് മുതൽ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ചീരഞ്ചിറ ഇവിടുന്ന് അങ്ങോട്ട് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെല്ലാം യാക്കോബായക്കാരാണ്. ഈ ഭാഗം പൊതുവെ മുഴുവൻ കത്തോലിക്കരാണ്. അപ്പോൾ ഈ ചീരഞ്ചിറ സ്കൂളിൽ 2 കൂട്ടർ ഒരുമിച്ച് വരും. യാക്കോബായക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഓർത്തഡോക്സും യാക്കോബായെല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് അന്നത്തെ യാക്കോബായ. അപ്പോൾ അവരെ പുത്തൻ കൂറ്റുകാരെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ പഴയ കൂറ്റുകാർ, കത്തോലിക്കർ. അപ്പോൾ പുത്തൻ കൂറ്റുകാർ ആരെ പോലെ മുറ്റമടിക്കുന്ന ചൂലെ പോലെ, പഴയ കൂറ്റുകാർ ആരെ പോലെ പത്തര മാറ്റുള്ള സ്വർണം പോലെ എന്നിങ്ങനെയാണ് പിള്ളേരെ ഞങ്ങൾ പഠിപ്പിച്ചത്. ഞങ്ങൾ പാടിക്കൊണ്ട് നടക്കും. അവിടെ ചെല്ലുമ്പോൾ അവർ പാടും പഴയ കൂറ്റുകാരെ മുറ്റമടിക്കുന്ന ചൂലെ പോലെ, പുത്തൻ കൂറ്റുകാരെ പത്തര മാറ്റുള്ള സ്വർണം പോലെ എന്നും പറഞ്ഞ് അടി വെക്കുക. ഇതിനകത്ത് വല്ല കാര്യവുമുണ്ടോ? പക്ഷേ ഒരു കാര്യമാണ്, ചെറുപ്പത്തിലെ ഇങ്ങനെ ഈ പറഞ്ഞ് പഠിച്ചിരുന്നത് കാരണം 3ലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ വെറുതെ വഴക്കുണ്ടാക്കാനായിട്ട് ചെയ്യുന്നത് ഇത്. പക്ഷേ എന്നിരുന്നാലും ശരിയാണ്, അതൊക്കെ ചെറുപ്പത്തിലെ ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് വർഷങ്ങളെടുത്തു ഇതിനകത്ത് അർത്ഥമില്ലാത്ത ബോധ്യങ്ങളാണ് ഇത് എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ ഉണ്ട് ഈ യാക്കോബായ പള്ളികളിൽ പോയി കുർബാന കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് വരെ പറഞ്ഞിരുന്ന നമ്മുടെ അച്ഛന്മാരുണ്ട്. അത് കഴിഞ്ഞ് 1960 മെക്യൂമിനിസം വന്നപ്പോൾ യാക്കോബായ കുർബാനയൊക്കെ ശരിയാണ്, നല്ലതാണ്, പൊയ്ക്കോളാൻ പറയും. അപ്പോൾ ഇന്നലെ വരെ തെറ്റായിരുന്നു, ഇന്നിപ്പോൾ ശരിയാണ്. അപ്പോൾ ഇതിനകത്തുള്ള അർത്ഥം എന്നാണെന്ന് നമ്മൾ ചിന്തിച്ചു പോയെങ്കിൽ അത് ദൈവത്തിന് ഇഷ്ടപ്പെടത്തില്ലെന്നും പറഞ്ഞ് അച്ഛന്മാർ വഴക്കുണ്ടാക്കുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചിന്താക്കുഴപ്പങ്ങൾ ഒരുപാട് നമ്മുടെ മനസ്സിലായി. അപ്പോൾ നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കണം, ഞാൻ ചിന്തിക്കുന്നത് ശരിയാണോ, എൻ്റെ ധാരണ ശരിയാണോ, എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്നെ പഠിപ്പിക്കുന്ന ആളെ വിശ്വസനീയനാണ്, ക്രെഡിബിളാണ് എന്നുള്ളൊരു ധാരണ എനിക്കുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ചുമ്മാ വെറുതെ വഴിയെ പോകുന്നൊരു വല്ലവരും പറയുന്നത് ഞാൻ വിശ്വസിച്ചെന്ന് വരത്തില്ല. എൻ്റെ ഒരു അധ്യാപകനോ അല്ലെങ്കിൽ ഒരു പുരോഹിതനോ മാതാപിതാക്കന്മാരിൽ ആരെങ്കിലുമോ
നമുക്ക് ബഹുമാനമുള്ള ആരെങ്കിലുമോ പറയുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് ശ്രദ്ധ കൊടുക്കും, അത് കഴിയുന്നത്ര അത് മനസ്സിലാക്കാനായിട്ട് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കും, അതനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതൊക്കെ നമ്മളങ്ങനെ ചെറുപ്പം മുതലേ അങ്ങനെ ഒരു ബ്ലോട്ടിംഗ് പേപ്പർ പോലെയാണ് കാണുന്നത്, അങ്ങ് ബ്ലോട്ട് ചെയ്ത് എടുക്കുക, അത് മനസ്സിൽ സൂക്ഷിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ഒരു ഇടപാടില്ലായിരുന്നല്ലോ കൊച്ചായിരിക്കുമ്പോഴേ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ധാരണകൾ നമ്മുടെ മനസ്സിലുണ്ട്. അതൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സംഘർഷം ഉണ്ടാക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഇത് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് എല്ലാ കത്തോലിക്ക സ്കൂളിൽ നിന്ന് പഠിച്ച് പാസ്സായാണ് മെഡിക്കൽ കോളേജിലെത്തി. അവിടെ ചെന്നപ്പോൾ നാനാജാതി മതസ്ഥരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുമായിട്ടൊക്കെ ഇടപെടാനായിട്ടൊരു ആദ്യമേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവരെന്നതാ ചിന്തിക്കുന്നത്, ഇവരുടെ ചിന്താഗതി എന്നാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചിന്താഗതി എന്നാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു വിവരവുമില്ലായിരുന്നു ഇതിന് മുമ്പേ. പക്ഷേ അവരോരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ഇവർക്ക് ഇത്രയും അറിവ് എവിടെ നിന്നാണ് കിട്ടിയത്, ഇവർ ബൈബിൾ വായിച്ചിട്ടൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ മതപ്രസംഗം ഒന്നും കിട്ടും, ഇവർക്ക് ഇങ്ങനെയുള്ള ഈ അറിവ് കിട്ടുന്നതെന്നുള്ളതിനെക്കുറിച്ച് അവർ നമ്മൾ വണ്ടർ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് സമയമെടുക്കും നമ്മുടെ ഈ തെറ്റിദ്ധാരണകൾ, നമ്മുടെ പ്രിജുഡീസസ്, അതായത് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ഈ മുൻവിധികൾ, അതായത് യാക്കോബായക്കാരെല്ലാം ഇതാണ്, അല്ലെങ്കിൽ കത്തോലിക്കരെല്ലാം അഴുക്കാണ്, ഹിന്ദുക്കളെല്ലാം ഇതാണ് അതാണ് എന്നെല്ലാം ഈ ചിന്തകൾ മാറ്റിയെടുക്കണമെങ്കിൽ കുറച്ച് നാളത്തെ നമ്മുടെ ഇൻ്ററാക്ഷനും നമ്മുടെ അനുഭവ പരിചയത്തിൽ നിന്നാണ് നമ്മളത് മാറ്റിയെടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കണം, എൻ്റെ നേരത്തെയുള്ള ധാരണ ശരിയായിരുന്നോ, ആ ധാരണ ഇപ്പോൾ ഇനിയും വെച്ചുകൊണ്ടിരിക്കണോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് നമ്മുടെ ആത്മശോധന എന്ന് പറയുന്നത്. ഞാൻ ചിന്തിക്കുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നല്ലതല്ലെങ്കിൽ ഞാനാണ് ആ തീരുമാനം ഉണ്ടാക്കിയത്, അയ്യോ അത് പണ്ട് പഠിപ്പിച്ചതാണ്, എനിക്കത് മാറ്റിയാൽ എന്നെ ശിക്ഷിക്കുമെന്നോ പേടി അതാണ് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ ഒരു ധാരണയാണിത്, ഞാൻ പൂർണ്ണ ഉത്തരവാദിയാണെന്നിന്. വേറെ ആരുമല്ല, ആരെന്നാ പറഞ്ഞതും ശരി, വേറെ ആര് പറഞ്ഞതായിരിക്കാം, പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ ഈ ധാരണ കയറ്റി വെച്ചിരിക്കുന്നത് എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വമാണ്. അത് മാറ്റിയെടുക്കുകയോ തീർത്ത് ഉന്മൂലനം ചെയ്യുകയോ ചെയ്യുന്നത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അന്നുള്ള ആ ഒരു ഉത്തരവാദിത്വ ബോധം നമ്മുടെ മനസ്സിലുണ്ടായെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ധാരണ എല്ലാം വിധിച്ചത് ഈ പ്രാണികൾക്കൊക്കെ അഹിതമെങ്കിലും ലംഘ്യമല്ലേതുമെന്നൊക്കെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ എന്നാ തലവരെയാണ്, ഓരോരുത്തരുടെയും തലവര അനുസരിച്ചാണ് അവൻ്റെ ജീവിതം പോകുന്നത്. വിധിയാണ്, വിധിയെക്കുറിച്ചുള്ളത് വലിയൊരു വിശ്വാസമാണ്. കാരണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനോ തീരുമാനമെടുക്കാനോ കഴിവില്ല എന്നുള്ളതാണ്. എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, എല്ലാം ദൈവം നടത്തിക്കോളൂന്നും പറഞ്ഞ് നമ്മൾ ഇരിക്കുക. അത് ഇതൊക്കെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ സ്വന്തമായിട്ട് ചിന്തിച്ചു പോയെങ്കിൽ അത് തെറ്റാണെന്ന്. അപ്പോൾ അതിനകത്താണ് ഈ താലന്തിൻ്റെ ഉപമ പറഞ്ഞത്. അതായത് സ്വന്തമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന കഴിവിനെ നമ്മൾ ഉപയോഗിക്കാതെ അതിനെ പൂഴ്ത്തി വെച്ച് ദുരുപയോഗപ്പെടുത്തി ദുർവ്യയം ചെയ്യുന്നവർക്ക് കിട്ടുന്ന ശിക്ഷയെക്കുറിച്ചാണ് ആ ഒരു താലന്ത് കുഴിച്ചിട്ടവനെക്കുറിച്ച് പറഞ്ഞത്. അതേസമയം ആ 10 താലന്ത് കിട്ടിയവൻ അത് കൊണ്ടുപോയി അത് 10 കൂടെ ഉണ്ടാക്കിയെങ്കിൽ അത് അവൻ്റെ കഴിവാണ്, അത് ദൈവം നടത്തുന്നതാണെന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അവന് ദൈവം ഒരു അവസരം കൊടുത്തതാണ്. അല്ലെങ്കിൽ അവന് കിട്ടിയ അവസരം അവൻ പാഴാക്കാതെ കണ്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അവനുണ്ട്. അത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടലിൽ നിന്ന് വെള്ളം എടുക്കുന്നത് പോലെ നമുക്ക് ഈ ആവശ്യമായിട്ടുള്ള എനർജി നമുക്ക് പ്രകൃതിയിൽ നിന്ന് പ്രപഞ്ചത്തിൽ നിന്ന് ആഗിരണം ചെയ്ത് എടുത്ത് ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള ലഭ്യതയുണ്ട്. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഉദാഹരണമായിട്ട് നമ്മുടെ സ്വന്തം ചെലവിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു പിതാവ് ഇഷ്ടം പോലെ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ ചിലവാക്കാനായിട്ട് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും പൈസ എഴുതിയെടുക്കാനായിട്ട് ഒരു 1000 കണക്കിനുള്ള ചെക്ക് ബുക്ക് തന്നിട്ടുണ്ട്, എപ്പോൾ വേണമെങ്കിലും എഴുതിയെടുക്കാം. പക്ഷേ എന്നിരുന്നാലും നമ്മൾ അയ്യോ എനിക്കിതിന് അർഹതയില്ലേ, ഞാൻ കൊള്ളരുതാത്തവനാണ്, ഞാൻ പിതാവ് പറഞ്ഞത് കേട്ടിട്ടില്ലേ, അതുകൊണ്ട് എനിക്ക് അർഹതയില്ലാത്ത എന്നെ നല്ല പോലെ നടത്തണേ, എനിക്ക് ഭക്ഷണം തരണേ, അതാണ് ഇതാണെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നതിലുള്ള അർത്ഥം എന്നാ? അതാണ് വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്നത്. അത് മാറ്റിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന കഴിവിനെ, നമുക്ക് തന്നിരിക്കുന്ന അവസരത്തെ പ്രയോജനപ്രദമായിട്ട് ഉപയോഗിച്ച് ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറി മനസ്സിൽ സന്തോഷവും സമാധാനവും സൃഷ്ടിച്ച് സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആത്മശോധന ചെയ്ത് നമ്മുടെ ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി വെക്കുകയുള്ളൂ. ആത്മശോധന
നമ്മൾ നടത്തേണ്ടതാണ്. അപാരമായ കഴിവുകൾ നമുക്കുണ്ട്. ആ കഴിവുകളെ മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ജീവിത വിജയം നേടുവാൻ സാധിക്കുകയുള്ളൂ. ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ കണ്ണു തുറന്ന് നോക്കിയാൽ നന്നായി ജീവിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഈ പ്രപഞ്ചത്തിലുണ്ട്. ദൈവം അത് നമുക്ക് നൽകിയിട്ടുണ്ട്. ആ സാധ്യതകളെ പരമാവധി ഉപയോഗിക്കുക. സമുദ്രജലത്തിൽ നിന്ന് എത്രമാത്രം വേണമെങ്കിലും വെള്ളം നമുക്ക് കോരിയെടുക്കാം. അതുപോലെ ഈ ലോകം നമുക്ക് വെച്ചു നീട്ടുന്ന അവസരങ്ങളെ പരമാവധി സന്തോഷത്തോടുകൂടി ഉപയോഗിക്കുക. അതിനുവേണ്ടി എത്രമാത്രം വേണമെങ്കിലും പരിശ്രമിച്ചാൽ തീർച്ചയായും പ്രതിഫലം ലഭിക്കും. അല്ലാതെ എന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കുണ്ടായ ചില പരമ്പരാഗതമായ വഴക്കങ്ങളെ അത് മനസ്സിലിട്ട് ഇങ്ങനെ അതുമൂലമുള്ള അസ്വസ്ഥതകൾ അനുഭവിച്ച് മുൻപോട്ട് പോയാൽ ഒരിക്കലും ജീവിതത്തിന് ഒരു അർത്ഥം തോന്നുകയില്ല. അപ്പം നമ്മുടെ ഉള്ളിൽ നാം തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരാൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള തെറ്റായ ആശയങ്ങളെ പരമാവധി ഇല്ലാതാക്കി ജീവിതത്തെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി കാണുവാനും നമ്മുടെ കഴിവുകളെ പരമാവധി പ്രയോജനപ്പെടുത്തി ജീവിത വിജയം നേടുവാനുമുള്ള ആഹ്വാനമാണ് ഡോക്ടർ പടനിലം നമുക്ക് ഈ ഒരു ചർച്ചയിലൂടെ നൽകുന്നത്.